Hello, dear children. Today we are going to start a new chapter, chapter 19, The Elephant. This is a poem, and the poem was written by Herbert Asquith. Herbert Asquith. This poem is based on the theme of a group of children describing an elephant. And in this poem, the poet describes an elephant carrying a cargo of children who are singing and laughing. ഈ പോയത്തിനകത്ത് ഒരു കൂട്ടം കുട്ടികളെ കൊണ്ട് ഒരു എലിഫന്റ് യാത്ര ചെയ്യുകയാണ്. അപ്പം ആ കുട്ടികൾ അവിടെ ഇരുന്ന് ഈ എലിഫന്റിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. അവിടെ ഇരുന്ന് ചിരിക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പം അവർ കൊടുത്ത ആ ഒരു എലിഫന്റിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്നാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. Look at the first stanza. Here comes the elephant swaying along with his cargo of children, all singing a song. I'll read once again. Here comes the elephant swaying along with his cargo of children, all singing a song. Here comes the elephant. ഒരു എലിഫന്റ് വരികയാണ്. Here comes the elephant swaying along. Swaying എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. എലിഫന്റ് നടക്കുന്നത് കണ്ടിട്ടില്ലേ? അനങ്ങാതെ അല്ലല്ലോ, ഇങ്ങനെ രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്താണ് നടക്കുന്നത്. To move from side to side. Swaying along with his cargo of children. എലിഫന്റിന്റെ പുറത്ത് ആരാണ്? കുറെ കുട്ടികളാണ്. കാർഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ്. എലിഫന്റിന്റെ പുറത്ത് ലോഡായിട്ട് അല്ലെങ്കിൽ അവരെ ക്യാരി ചെയ്തേക്കുവാണ്, കുട്ടികളെ ക്യാരി ചെയ്തേക്കുവാണ്. ഓൾ സിംഗിങ് എ സോങ്. എല്ലാവരും എന്താണ് അവിടെ ചെയ്യുന്നത്? പാട്ട് പാടുകയാണ്. ഹിയർ കംസ് ദ എലിഫന്റ് swaying along with his cargo of children, all singing a song. I'll read once again. Here comes the elephant swaying along with his cargo of children, all singing a song. The poet describes an elephant carrying a cargo of children who are singing and laughing. Then the second stanza. To the twinkle of laughter he goes on his way, and his cargo of children have crowned him with May. To the twinkle of laughter. ട്വിങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെല്ലാം ഉറക്കെ ചിരിക്കുകയാണ്. നല്ല ബെല്ലിന്റെ സൗണ്ട് കൂട്ട് അവർ ചിരിക്കുകയാണ്. ടു ദ ട്വിങ്കിൾ ഓഫ് ലാഫർ ഹി ഗോസ് ഓൺ ഹിസ് വേ. ഈ ആന ഇങ്ങനെ എലിഫന്റ് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇവരെല്ലാം ചിരിക്കുകയാണ്. ആൻഡ് ഹിസ് കാർഗോ ഓഫ് ചിൽഡ്രൻ ഹാവ് ക്രൗൺഡ് ഹിം വിത്ത് മെയ്. മെയ് ഈസ് എ ടൈപ്പ് ഓഫ് എ ഫ്ലവർ. ഒരു മെയ് എന്ന് പറയുന്നത് ഒരു ഫ്ലവറിന്റെ പേരാണ്. കുട്ടികളെല്ലാം ഒരു ക്രൗൺ ഉണ്ടാക്കി എലിഫന്റിന്റെ തല വെച്ചിട്ടുണ്ട്. ടു ദ ട്വിങ്കിൾ ഓഫ് ലാഫർ ഹി ഗോസ് ഓൺ ഹിസ് വേ ആൻഡ് ഹിസ് കാർഗോ ഓഫ് ചിൽഡ്രൻ ഹാവ് ക്രൗൺഡ് ഹിം വിത്ത് മെയ്. കുട്ടികളെ ഈ എലിഫന്റിന്റെ പുറത്തിരുന്ന് ചിരിക്കുകയാണ്, അതുകൂട്ട് അതിനൊരു ക്രൗണും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദ ചിൽഡ്രൻ ഹാവ് പുട്ട് എ ക്രൗൺ മെയ്ഡ് ഓഫ് ഫ്ലവേഴ്സ് ഓൺ ഹിസ് ഹെഡ്. Then third stanza. His legs are in leather and padded his toes. He can root up an oak with a whisk of his nose. His legs are in leather. Elephant's legs എങ്ങനെയാണ്? It's are in leather and padded his toes. Padded means soft and well cushioned. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഷൻ പോലെയുള്ള. അപ്പൊ അതിന്റെ ലെഗ്സ് ഇറ്റ്സ് ലൈക്ക് എ padded. He can root up an oak with a whisk of his nose. ഈ ഓക്ക് എന്ന് പറയുന്ന ഒരു ട്രീ ആണ്. ഒരു മരത്തെ അത് ഉറപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ മരമൊക്കെ താഴെ ഇടുന്ന കണ്ടിട്ടില്ല എലിഫന്റ്, അല്ലെങ്കിൽ അത് ഉറപ്പിച്ച് നിർത്താനോ ഒക്കെ എലിഫന്റിന് പറ്റും. വിത്ത് എ വിസ്ക് ഓഫ് ഹിസ് നോസ്. വിസ്ക് മീൻസ് ക്വിക്ക് മൂവ്മെന്റ്. പെട്ടെന്നുള്ള മൂവ്മെന്റ് കൊണ്ട് ഒരു മരം ഉറപ്പിച്ച് നിർത്താനോ അല്ലെങ്കിൽ മരം എടുത്തോണ്ട് പോകാനോ തടി എടുത്തോണ്ട് പോകാനോ ഒക്കെ ഈ എലിഫന്റിന് പറ്റും. His leathers are in leather and padded his toes. He can root up an oak with a whisk of his nose. The elephant's
skin covering his legs are thick leather and his toes are well cushioned. He can root up an oak tree with just his nose. അതിൻ്റെ ആ സ്കിൻ എന്ന് പറയുന്നത് ലെതർ ടൈപ്പ് ആണ്, നല്ല കട്ടിയായിട്ടുള്ളതാണ് എലിഫന്റിന്റെ സ്കിന്ന്. Then the fourth stanza. With a wave of his trunk and a turn of his chin, he can pull down a house or pick up a pin. With a wave of his trunk, അതിന്റെ തുമ്പിക്കൈ കൊണ്ടുള്ള ആ ഒരു മൂവ്മെന്റ്, and a turn of his chin, തല ഇങ്ങനെ കുലുക്കിയിട്ട്, he can pull down a house or pick up a pin. ഒരു it can pull down a house, അല്ലെങ്കിൽ ഒരു പിൻ എടുക്കാനും ഇതിനെ കൊണ്ട് പറ്റും. With a wave of his trunk and a turn of his chin, he can pull down a house or pick up a chin. With the wave of his trunk, അതുകൊണ്ട് ഈ തുമ്പിക്കൈ അനക്കി ഇതിനെ ഒരു വീടെടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം മറിച്ചിടാനോ അല്ലെങ്കിൽ ചെറിയ പിന്നൊക്കെ എടുക്കാനോ ഇതിന്റെ തുമ്പിക്കൈ കൊണ്ട് ഇതിന്റെ തല കൊണ്ട് പറ്റും. Beneath his grey forehead a little eye peers, of what he is thinking between those wide ears. ഇത് മാത്രമല്ല, beneath his grey forehead, അതിന്റെ ആ നെറ്റി, a little eye peers, അതിന്റെ കണ്ണുകൾ എങ്ങനെയാണ്, തീരെ ചെറുതാണ്. എലിഫന്റിന്റെ കണ്ണ് കണ്ടിട്ടില്ലേ, തീരെ ചെറുതാണ്. ആ കണ്ണിൽ കൂടെ അത് ഇങ്ങനെ നോക്കുമ്പോൾ അതിന്റെ രണ്ട് വലിയ ചെവിയാണുള്ള, ആ ചെവിയുടെ ഇടയ്ക്ക് നോക്കിക്കേ, ഈ പിക്ചറിലോട്ടേക്ക്, ഈ ചെവിയുടെ ഇടയ്ക്ക് രണ്ട് ചെറിയ കണ്ണുകള്. ആ കണ്ണുകളിൽ കൂടി അത് നോക്കി എന്താണ് ചിന്തിക്കുന്നത്, ഓഫ് വാട്ട് ഹി ഈസ് തിങ്കിങ്, എന്താണ് അവൻ ചിന്തിക്കുന്നത്, ബിറ്റ്വീൻ ദോസ് ഐസ്, ദോസ് ഇയേഴ്സ്, ആ ഇയേഴ്സിന്റെ ഇടയിൽ കൂടി എന്താണ് അവൻ ആ കണ്ണിൽ കൂടെ നോക്കി ചിന്തിക്കുന്നത്. Beneath his grey forehead a little eye peers, of what is he thinking between those wide ears. I will read once again the poem. Here comes the elephant swaying along with his cargo of children, all singing a song. To the jingle of laughter he goes on his way, and his cargo of children have crowned him with May. His legs are in leather and padded his toes. He can root up an oak with a whisk of his nose. With a wave of his trunk and a turn of his chin, he can pull down a house or pick up a chin. Beneath his grey forehead, a little eye peers. Of what is he thinking between those wide ears? Thank you, children.